السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. ما بعد. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു, ബഹുമാനമുള്ള ശൈഖുന ഖുത്ബുൽ ആലം റഈസുൽ സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖുന നൂർ മുഹമ്മദ് അബൂബക്കർ മദഊദി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ളവർ അവിടുത്തെ പ്രസംഗങ്ങളിൽ വഅളുകളിലൊക്കെയും ഓതാറുള്ള ഒരു ആയത്തിനെ കുറിച്ച്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരെ ചൊവ്വായ പാതയിലേക്ക്, വഴിയിലേക്ക് റബ്ബേ ഞങ്ങൾ നീ ചേർക്കണേ എന്നതിന്റെ അർത്ഥം. ഈ ആയത്ത് മാത്രമാണ് ഓതാറുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ടോപ്പിക് സംസാരിച്ചിരുന്നു. അതിന്റെ വിശദീകരണങ്ങൾ ഒരു നിലക്കുള്ളത്, എല്ലാ നിലക്കുള്ളല്ല, ഒരു നിലക്കുള്ളത് സംസാരിച്ചു. ഇന്ന് അതിന്റെ മറ്റൊരു തലമാണ് വിശദീകരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു യാത്ര ചെയ്യുകയാണ്. ഒരു യാത്ര ചെയ്തിട്ട് ഒരു ജംഗ്ഷനിലേക്ക് എത്തി. ഒരു ജംഗ്ഷനിലേക്ക് എത്തിയപ്പോ അവിടെ 4 വഴി 4 ഭാഗത്തേക്കുണ്ട്. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, സുഹൃത്തെ, ശരിക്കുള്ള വഴി ഏതാ? പ്രോപ്പർ വേ ഏതാ? പ്രോപ്പർ ചാനൽ ഏതാ? യഥാർത്ഥ വഴി ഏതാ? ഈ 4 വഴിയിൽ നിന്ന് യഥാർത്ഥ വഴി ഏതാ എന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന ഒരാളെ വിളിച്ചു ചോദിക്കും. എന്നാൽ അയാൾ എന്താ മറുപടി പറയാ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ ഒരു വഴിയിൽ, ഒരു കാറിൽ അല്ലെങ്കിൽ നടന്നിട്ടാൽ, സൈക്കിളിൽ, ബൈക്കിൽ നമ്മൾ അങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. ഒരു സാങ്കല്പികമാണ് കേട്ടോ. അവിടെ എത്തിയപ്പോ 4 തലക്കും വഴികൾ അങ്ങനെ പോകുന്നുണ്ട്. 4 5 പല വശത്തേക്ക് അങ്ങനെ അവിടെ കൂടെയൊക്കെ വഴികൾ പോകുന്നുണ്ട്. നമ്മൾ ആ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, യഥാർത്ഥ വഴി ഏതാ? ഈ വഴികളുടെ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥ വഴി ഏതാ? അപ്പൊ അയാൾ എന്താ പറയാ മറുപടി? എവിടേക്കുള്ള വഴിയാ നിങ്ങൾ ചോദിക്കണേ? നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത്? ഏത് വഴിയാ നിങ്ങൾ ചോദിക്കണത്? നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാ പോകേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാ? എവിടേക്കുള്ള വഴിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇതല്ലേ അയാൾ ചോദിക്കുള്ളൂ. അല്ലാണ്ട് വഴി പറയണേ എങ്ങനെ? എവിടേക്കാ നിങ്ങൾക്ക് പോകേണ്ടത്? ഫസ്റ്റ് അതാ ചോദിക്കുക. അപ്പോ ഇന്ന സ്ഥലത്തേക്കാണ്. അവിടേക്കാണെങ്കിൽ അവിടേക്കുള്ള വഴി ഇതാണ്. ഇതാ ഈ കാണുന്ന വഴിയാണ് അവിടേക്കുള്ള വഴി. ലക്ഷ്യമറിയാതെ വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ചിന്തിക്ക് നിങ്ങൾ. ലക്ഷ്യം പറയാതെ വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഈ കൂട്ടത്തിൽ നിന്ന് ഏതാണ് ശരിയായ വഴി, ഏറ്റവും ശരിയായ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അയാൾ ഉടനെ ചോദിക്കും, സുഹൃത്തെ, നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടേ? ലക്ഷ്യസ്ഥാനം ഏതാണ്? എന്നിട്ടല്ലേ വഴി പറയേണ്ടത്. ആ ലക്ഷ്യസ്ഥാനം പറഞ്ഞാൽ പറയും, ആ ഓക്കെ, അവിടെ ഈ വഴിക്ക് പോകാം. അപ്പൊ വഴി എന്ന് പറയുമ്പോ ആ വഴി മനസ്സിലാകണമെങ്കിൽ, വഴി പറയണമെങ്കിൽ, വഴി ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ, വഴി പറയണമെങ്കിൽ എവിടേക്കാണത് പോകുന്നത്, ഈ വഴി എവിടേക്കാണ് ചെന്ന് ചേരുന്നത്, നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്, ഇത് മനസ്സിലാക്കണം. എന്നിട്ടേ വഴി ചോദിക്കേണ്ടത്. അപ്പോ നമ്മള് ഒരു സുഹൃത്തിനോട് ചോദിക്കുന്നു സങ്കല്പിച്ചതാണ്. നമ്മൾ ചോദിക്കുന്നത് ആരോടാ? അള്ളാഹുവിനോടാ ചോദിക്കണേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ, എന്നെ നീ നേരായ പാതയിലേക്ക്, നേരായ വഴിയിലേക്ക് ചേർത്ത് തരണേ റബ്ബേ. നേരായ വഴി, എവിടേക്കുള്ള വഴി? ഇതറിയണ്ടേ നമ്മള്? ഇതറിയണല്ലോ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളൊക്കെ സഞ്ചരിച്ചു പോയ വഴി. എവിടേക്കുള്ള വഴി? എവിടേക്കുള്ള വഴിയാ? ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഫാത്തിഹ ഓതാൻ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഫാത്തിഹ ഓതാൻ. അപ്പോഴേ ഫാത്തിഹക്ക് ദുആക്ക് ഉത്തരമുള്ളൂ. അപ്പോഴേ ദുആക്ക് ഉത്തരം കിട്ടുള്ളൂ. ഏതുപോലെ ഒരു സുഹൃത്തിനോട് നമ്മൾ ചോദിച്ചല്ലോ, സുഹൃത്തെ, ശരിയായ വഴിയിലേക്ക് ഒന്ന് എന്നെ ആക്കി തരുമോ? എനിക്ക് ശരിയായ വഴി ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ അയാൾ ചോദിക്കും, എവിടേക്കുള്ള വഴിയാ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? എവിടേക്കുള്ള വഴിയിലേക്ക് അങ്ങനെ ചേർത്ത് തരേണ്ടത്? അപ്പൊ എനിക്ക് ഇന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ്. എന്നതാ അങ്ങനെയല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എവിടേക്കുള്ള വഴിയാണ് വേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്? അത് നിങ്ങൾ ആദ്യം അറിയണം. എന്നിട്ട് വേണം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദുആ ചെയ്യാൻ. അപ്പോഴേ ദുആക്ക് ഉത്തരം കിട്ടുള്ളൂ. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മുടെ ലക്ഷ്യം ഏതാണെന്ന് നമ്മൾ അറിയണം. ലക്ഷ്യം തിരിച്ചറിയണം. നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് ഏത് വഴിക്കാ പോകേണ്ടത്? നമ്മൾ എവിടേക്കാ പോകേണ്ടത്?
എവിടേക്കാണ് നമ്മൾ ചലിക്കേണ്ടത്, ഏത് വഴിക്കാണ് നമ്മൾ പോകേണ്ടത്, നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്, ഇതാദ്യം നമ്മൾ അറിയണം. എന്നിട്ട് വേണം ദുആ ചെയ്യാൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ആ ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരുന്ന യഥാർത്ഥ വഴിയിലേക്ക് റബ്ബേ എന്നെ എത്തിക്കണമേ. ഇതാണ് ദുആ. അപ്പൊ വഴി അറിയണം, വഴി എവിടേക്കുള്ളതാണെന്ന് അറിയണം. അപ്പോഴാണ് ദുആ ഉത്തരം കിട്ടുള്ളൂ. എവിടേക്കുള്ള വഴി നമുക്ക് കിട്ടേണ്ടത്? ഏതാണ് ഇപ്പൊ വഴി? അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്ത് തരണേ. എവിടേക്കുള്ള വഴി? ഏതാണ് വഴി? എവിടേക്കുള്ള വഴിയാണ്? വഴികൾ കുറെ ഉണ്ടല്ലോ, എവിടേക്കുള്ള വഴിയാണ് ചോദിക്കുന്നത്. നമുക്ക് എവിടേക്കാ പോണ്ടത്? നമുക്ക് എവിടേക്കാ എത്തേണ്ടത്? നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാ? അവിടേക്കുള്ള വഴി. അപ്പൊ കറക്റ്റായി. നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണോ, നമുക്ക് എവിടേക്കാണോ പോകേണ്ടത്, അവിടേക്കുള്ള വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്ത് തന്നെ പഠിച്ചോനെ. ഇതാണ് ദുആ. നമുക്ക് ഒരു മനുഷ്യന് അവന്റെ ലക്ഷ്യസ്ഥാനം ഏതാണോ, അവൻ എവിടേക്കാണോ പോകേണ്ടത്, അവിടേക്കുള്ള വഴിയാണ്. അതിൽ യഥാർത്ഥമായ വഴി ഞങ്ങൾക്ക് അവിടേക്ക് എത്തിച്ച് ഞങ്ങൾ ആ വഴിയിലേക്ക് ആക്കി തന്നെ പഠിച്ചോനെ. അതാണ് മഹാന്മാരൊക്കെ സഞ്ചരിച്ച വഴി. അവരൊക്കെ സഞ്ചരിച്ച വഴി യഥാർത്ഥത്തിലുള്ള വഴി, അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പ്രോപ്പർ ചാനലാണ്, ശരിക്കുള്ള വഴിയാണ്. ലക്ഷ്യത്തിലേക്ക് കറക്റ്റ് എത്തും. ആ വഴിക്ക് പോയാൽ ലക്ഷ്യത്തിലേക്ക് കറക്റ്റ് എത്തും. മഹാന്മാരൊക്കെ പോയ വഴിയിൽ നമ്മൾ പോയാൽ കറക്റ്റ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഏതാ നമ്മുടെ ലക്ഷ്യം? ഇത് നമ്മൾ അറിയണം. ലക്ഷ്യം മറ്റൊന്നുമല്ല, നമ്മള് പോകേണ്ടത് എവിടേക്കാന്നറിയോ? നമ്മൾ എവിടേക്കാ പോകേണ്ടത്? നമ്മൾ എവിടേക്കാ പോകേണ്ടത്? നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് പോണം. സിമ്പിളാണ്. എവിടെ നിന്നാണോ നമ്മൾ വന്നിട്ടുള്ളത് അവിടേക്ക് തിരിച്ചു പോകണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഇറക്കാൻ നേരത്ത് ആദം നബിക്ക് ഭയങ്കര വിഷമായി. സ്വർഗത്തിൽ നല്ല സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴല്ലേ ആ പഴം കഴിച്ചതും സംഭവങ്ങളൊക്കെ ഉണ്ടായത്, അവർക്ക് വെളിവായതൊക്കെ അപ്പോഴാണല്ലോ. അപ്പോ ആദം നബിനോട് പറഞ്ഞു, ഇഹ്ബിതൂ ഇലൽ അർദ്, ഭൂമിയിലേക്ക് പോയിക്കോളി, ഭൂമിയിലേക്ക് പോയിക്കോ. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കണ്ട. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ. കണ്ടോ, നിങ്ങൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കോ, നീയും നിന്റെ സന്താന പരമ്പരകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കോ. എന്നിട്ടോ നിങ്ങളുടെ അടുക്കിലേക്ക് എന്റെ സന്മാർഗം വരും. എന്റെ സന്മാർഗവുമായി ഞാൻ ആളുകളെ നിയോഗിക്കും. ആ സന്മാർഗത്തെ നിങ്ങൾക്ക് പിൻപറ്റിയാൽ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്റെ അടുക്കലേക്ക് തന്നെ, സ്വർഗത്തിലേക്ക് തന്നെ വരാം. അതൊരു പ്രത്യക്ഷാർത്ഥാണ്. അപ്പോൾ നാം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. തിരിച്ചു പോകേണ്ടതോ സ്വർഗത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകാനുള്ളത്. അതൊരു നോർമൽ പ്രത്യക്ഷത്തിലെ അർത്ഥമാണ്. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയാനുള്ളത്. ശരീരത്തെ അല്ലാഹു തആല പടച്ചത് സ്വർഗത്തിൽ വെച്ചിട്ട് ആദം നബിനെ മണ്ണുകൊണ്ട് ആദം നബിന്റെ ശരീരം സ്വർഗത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പടയ്ക്കുന്നത്. അപ്പൊ സ്വർഗത്തിലാണ് ആദം നബിനെ സൃഷ്ടിക്കപ്പെടുന്നത്, ഈ മണ്ണ് കൊണ്ടുള്ള ഈ കൂടാരം, ഈ കൂട്. എന്നാൽ ശരീരത്തിന്റെ മടക്കസ്ഥാനം സ്വർഗാണെങ്കിൽ, ശരീരം വന്നത് സ്വർഗത്തിൽ നിന്നാണെങ്കിൽ, തിരിച്ചു പോകുന്നത് സ്വർഗത്തിലേക്കാണെങ്കിൽ, ശരീരത്തെ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിൽ വെച്ചിട്ടാണെങ്കിൽ, ഈ ശരീരത്തിലേക്ക് ഊതപ്പെട്ട ആത്മാവ് എവിടുന്നാ വന്നത്? നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ടല്ലോ, നമ്മുടെ ശരീരം ഉണ്ടല്ലോ. ശരീരവും ആത്മാവും കൂടുമ്പോഴല്ലേ മനുഷ്യനാവുള്ളൂ. ആത്മാവിലല്ലേ വില. നമ്മുടെ ശരീരം ഓക്കെ, ബോഡി സ്വർഗത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് പോട്ടെ, അങ്ങനെ ചിന്തിക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവോ, ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഈ ആത്മാവ്, അത് എവിടെന്നാ വന്നത്? അത് വന്നോടത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങിപ്പോണല്ലോ. നമ്മുടെ വീട്, നമ്മൾ വന്ന സ്ഥലത്ത്, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വന്നാല് പിന്നെന്താ ചെയ്യുക? മടങ്ങി ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ വീട്ടിലേക്കല്ലേ തിരിച്ചു മടങ്ങി വരിക. നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയാൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി വരും. ബിസിനസ്സിന് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, ടൂറ് പോകുന്നു, പിക്നിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു, പല കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നു, തിരിച്ചെവിടേക്കാ മടങ്ങി വരിക? അവനവന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. ഇതേപോലെ തന്നെ ചിന്തിക്കണം. ആത്മാവ് എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങിപ്പോണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഓ ശാന്തി പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, ഇർജിഇ നീ മടങ്ങിക്കോ, ഇലാ റബ്ബികി നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. കണ്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ടോ? ഇർജിഇ നീ മടങ്ങിക്കോ. വന്നോടത്തേക്ക് തിരിച്ചു പോകുമ്പോഴാണ് മടങ്ങുക എന്ന വാക്ക് ഉപയോഗിക്കുക. അറബിയിൽ അങ്ങനെ തന്നെ, മലയാളത്തിൽ അങ്ങനെ തന്നെ. അറബിയിൽ ഇർജിഇ എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. റുജൂ മടങ്ങുക എന്നാണ്. വന്നോടത്തേക്ക്, എവിടെന്നാണോ വന്നത് ആ വന്നോടത്തേക്ക് തിരിച്ചു പോകുമ്പോഴാണ് എന്തു പറയുക? റുജൂ എന്ന് പറയാ, മടങ്ങുക. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവാണെങ്കിൽ മടങ്ങാന്ന് പറയാൻ പറ്റൂല, റുജൂ എന്ന് പറയാൻ പറ്റൂല. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ദഹാബ്, പോകുക എന്നാ പറയാ. അറബിയിൽ അങ്ങനെ പറയുള്ളൂ. ഇദ്ഹബ് ഇലാ ഫിർഔൻ. കണ്ടോ, നീ ഫിറൗന്റെ അടുത്തേക്ക് പോകണം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുക എന്ന് പറയുമ്പോ അവിടെ മടങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. അത് ഉദ്ദേശമില്ല, മടങ്ങൽ ഉദ്ദേശമില്ല. മടങ്ങുക എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവിടെ നിന്ന് വന്നു തിരിച്ചവിടേക്ക് തന്നെ പോകുക, ഇതാണ്. അപ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി പ്രാപിച്ച ആത്മാവേ, ആത്മാവിനോടാ പറയണത് ഇർജിഇ നീ മടങ്ങിക്കോ, നീ മടങ്ങിക്കോ, ഇലാ റബ്ബികി നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. അപ്പോ റബ്ബിലേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീ റബ്ബിൽ നിന്നാണ് വന്നത്, നിന്റെ വരവ് റബ്ബിൽ നിന്നാണ്, നീ തിരിച്ചു പോകേണ്ടത് എവിടേക്കാണ്? റബ്ബിലേക്കാണ് നിന്റെ പോക്ക്. അപ്പൊ നിന്റെ മടക്കം റബ്ബിലേക്ക്. കണ്ടോ, ആത്മാവേ നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. ആത്മാവ് എവിടുന്ന വന്നത്? ആത്മാവ് റബ്ബിൽ നിന്ന് വന്നതാണ്. എവിടേക്കാ പോണ്ടത്? റബ്ബിലേക്ക് മടങ്ങണം. തിരിച്ചെങ്ങടാ പോണ്ടത്? റബ്ബിലേക്ക് തിരിച്ചു പോണം. വന്നത് എവിടെന്നാ? റബ്ബിൽ നിന്ന്. പോകേണ്ടത് എങ്ങടാ? റബ്ബിലേക്ക്. റബ്ബിൽ നിന്ന് വന്നു, റബ്ബിലേക്ക് തിരിച്ചു പോണം. ഇർജിഇ ഇലാ റബ്ബികി നിന്റെ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങിക്കോ. എങ്ങനെ? റാളിയത്തൻ മർളിയ നീ റബ്ബിനെ തൃപ്തിപ്പെട്ടതായിട്ട്, റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടതായിട്ടും റബ്ബിലേക്ക് മടങ്ങിക്കോ. ഫൈദാ നഫഖ്തു ഫീഹി മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ ആദമിലേക്ക് ഊതിക്കയറ്റിയാൽ. കണ്ടോ, ആദമിലേക്ക് അള്ളാഹു ആത്മാവിനെ ഊതിക്കയറ്റിയത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ് ആത്മാവ് വന്നത്. എവിടേക്കാ പോകേണ്ടത്? റബ്ബിലേക്ക്. റബ്ബിലേക്ക്, അള്ളാഹുലേക്കാണ് മടങ്ങേണ്ടത്. ഈ ആത്മാവിന്റെ മടക്കം, ആത്മാവിനെ റബ്ബിലേക്ക് മടക്കുക, ആത്മാവ് റബ്ബിൽ വിലയം പ്രാപിക്കുക, വന്നോടത്തേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് മുത്തുമയിന്നത്തായ ആത്മാവിന്റെ അവസ്ഥയാണ്. നമ്മുടെ ആത്മാവിന്റെ 7 അവസ്ഥകളുണ്ട്. ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത്, മുത്തുമഇന്നത്ത്. കണ്ടോ, ആത്മാവിന്റെ ആദ്യത്തെ അവസ്ഥ എന്താ? അമ്മാറത്താണ്. രണ്ടാമത്തെ അവസ്ഥ എന്താ? ലവ്വാമത്താണ്. മൂന്നാമത്തെ അവസ്ഥ എന്താ? മുൽഹിമത്ത്. നാലാമത്തെ അവസ്ഥയിലെത്തുമ്പോഴാണ് ആത്മാവ് മുത്തുമഇന്നത്താവുകയുള്ളൂ. ഈ ആത്മാവിനെ അമ്മാറത്തിൽ നിന്ന് ലവ്വാമത്തിലേക്കും, ലവ്വാമത്തിൽ നിന്ന് മുൽഹിമത്തിലേക്കും, മുൽഹിമത്തിൽ നിന്ന് മുത്തുമഇന്നത്തിലേക്കും, എല്ലാം ഒന്ന് തന്നെ കേട്ടോ. ആത്മാവിന്റെ അവസ്ഥകൾ മാറാണ്. ആത്മാവിന്റെ അവസ്ഥ തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തെറ്റുകൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുക, തെറ്റുകളിലേക്ക് ഇങ്ങനെ പ്രേരണ കൊടുത്ത് തെറ്റുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സ് ചലിക്കുക. വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ, അള്ളാഹുലേക്കല്ല, ഇങ്ങനെ ദുനിയാവിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ച് തെറ്റുകളിലേക്ക് ഇങ്ങനെ മുഴുകുക. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ പേര് അമ്മാറത്ത് എന്നാ പറയാ. കുറച്ചും കൂടി ഒന്നുയർന്നാൽ എന്ന് പറഞ്ഞാൽ മഹാന്മാരെയൊക്കെ കണ്ട്, മശൈഖന്മാരെയൊക്കെ കണ്ട്, ഔലിയാക്കന്മാരെയൊക്കെ കണ്ട്, നല്ല നല്ല ആളുകളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും തെറ്റൊന്നും ചെയ്യണ്ട, നന്നാവാ, നല്ലപോലെ നടക്കാവുന്ന, നിസ്കരിച്ച് നല്ലപോലെ നടക്കാവുന്ന, നന്നാവണം എന്നൊക്കെ തോന്നി. അപ്പൊ നമുക്ക് ചെയ്യുന്ന തെറ്റുകളോടൊരു വിമുഖത തോന്നും. തെറ്റ് ചെയ്യണ്ടായിരുന്നു, തെറ്റ് ചെയ്യണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു. ചെയ്യുന്ന തെറ്റുകളോട് നമുക്കൊരു വിമുഖത, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തോന്നും. ഇത് ശരിയല്ല ഈ പോക്ക്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ലവ്വാമത്ത്. ആ അവസ്ഥയിലെത്തുമ്പോഴാണ് ലവ്വാമത്ത് എന്ന് പറയാ ആത്മാവിന്. അടുത്ത അവസ്ഥയാ മുൽഹിമത്ത്. മുൽഹിമത്ത് എന്ന 3-ാം കള്ളത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടുന്നു. സഫലമാലയിൽ ശുചായി പാടിയതാ. എന്താ അത് മുൽഹിമത്ത്? മുൽഹിമത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന മനസ്സാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നൊരു മനസ്സാ, ശക്കാണ്. നമ്മൾ ഉറച്ചിട്ടില്ല, നമുക്ക് ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല, അള്ളാഹുവിലേക്ക് യഖീൻ അങ്ങോട്ട് ആവുന്നില്ല. പല സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. ഒരു ഒരു കുറച്ചുനാൾ നന്നായി നിൽക്കും, പിന്നെയും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും ചീത്തയാവും. കുറച്ചാൾ പിന്നെയും നന്നാവും, പിന്നെ എന്തെങ്കിലും പിന്നെയും പോവും, കയ്യിൽ നിന്ന് പോകും. പിന്നെയും പിടിക്കും, പിന്നെയും ഉഷാറായിട്ട് പിന്നെ അങ്ങനെ നന്നായിട്ടൊന്നും അങ്ങനെ പോയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അങ്ങനെ പിന്നെയും പോകും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നൊരവസ്ഥ. ഇതിൽ നിന്ന് മഹാന്മാരെ മശായിഖന്മാരെ ദിക്റും അവർ നൽകിയിട്ടുള്ള വിറുദും അവരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയും പൂർത്തീകരിച്ച് വളരെ കണ്ണിങ്ങായിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് ആത്മാർത്ഥമായ പരിശ്രമത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ആ മഹാന്മാരുടെ കരുണാകടാക്ഷങ്ങൾ, അവരുടെ ആ ഒരു തൗഫീഖ്, നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖ് അവരിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ആത്മാവ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. മുത്തുമഇന്നത്ത്, ശാന്തി പ്രാപിക്കുന്ന ആത്മാവ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി വരുന്നത് അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹു എന്ന സ്മരണയിൽ എപ്പോഴും നിലനിൽക്കാൻ തുടങ്ങും. എപ്പോഴും സദാസമയം അല്ലാഹുവിന്റെ സ്മരണയിലായി ഇയാൾ ജീവിക്കാൻ തുടങ്ങും. തെറ്റുകൾ ഇയാൾ ഒഴിവാക്കും. 24 മണിക്കൂറും ഇയാൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ സ്മരണയിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അവരുടെ തൃപ്തിക്കും വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതമായി മാറും. ആൾക്ക് മറ്റൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അത് എന്ത് ചെയ്താലും, അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, അവൻ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ് വലാ യബ്ഗദു ഇല്ലാ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരാളെയും സ്നേഹിക്കൂല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരാളോടും ദേഷ്യപ്പെടൂല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യൂല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടിയായി തീരുക, കംപ്ലീറ്റ്ലി അള്ളാഹ്ക്ക് വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി. വേറൊരു ചിന്തയില്ല. എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തതൊന്നും ചെയ്യൂല. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവ് ഉയർന്നു വരുമ്പോഴാണ്, മുത്തുമഇന്നത്ത് എന്ന അവസ്ഥയിലേക്ക് പ്രാപിക്കുമ്പോഴാണ്. ഈ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ശൈഖില്ലാതെ, ഒരു ഗുരുവില്ലാതെ, ഒരു ഗുരുവിനെ പിൻപറ്റാതെ ഈ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. അതിനാണ് ശൈഖ്, അതിനാണ് ഗുരു വേണമെന്ന് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അത് മരിക്കൊന്നും വേണ്ട, മരിക്കുന്നതിന് മുമ്പേ എത്തും. ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ മുത്തുമഇന്നത്തിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള വിളിയാൽ അവന് കേൾക്കാൻ കഴിയും. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി ആത്മീയമായി അവന് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിലേക്ക് മടങ്ങുന്ന. അപ്പൊ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരായ പാതയിലേക്ക്, നേരായ വഴിയിലേക്ക് എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് ചെന്ന് ചേരാനുള്ള വഴി, നിന്നിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ വന്നത് നിന്നിൽ നിന്നാണ് റബ്ബേ, നിന്നിൽ നിന്നാണ് ഞങ്ങൾ വന്നത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. കണ്ടോ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിന്നിലേക്കുള്ള യഥാർത്ഥ വഴി ഞങ്ങൾക്ക് നീ തരണേ പടച്ചവനെ, നിന്നിലേക്കുള്ള യഥാർത്ഥ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ പടച്ചവനെ. നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിന്നിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, നിന്നിലേക്ക് ഞങ്ങളുടെ മടക്കം. ആ മടക്കം കണ്ടോ, ആ ലക്ഷ്യം മനസ്സിലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്തായി വരും? അത് കിട്ടണമെങ്കിൽ ഒരു ഗുരുവിലൂടെ കിട്ടുള്ളൂ. ആ ഒരു ഗുരുവിന്, അപ്പൊ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മനസ്സിലാക്കി ചോദിച്ചാ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഗുരുവിനെ കൊടുക്കും. കാരണം ഗുരുവില്ലാതെ വന്നോടത്തേക്ക് മടങ്ങാൻ കഴിയില്ല, ആത്മാവിന് മടങ്ങാൻ കഴിയില്ല. ഒരു ഗുരുവിനെ കൂടാതെ ഒരാളുടെ ആത്മാവിനും മുത്തുമഇന്നത്തിലേക്ക് പ്രാപിക്കാൻ സാധ്യമേ അല്ല. അപ്പോ അതാണ് ഏറ്റവും വലിയ ആനന്ദം, പരമാനന്ദം. നമ്മുടെ ശരീരം സ്വർഗത്തിലേക്ക് എത്തുന്നത് അത് ഏറ്റവും ചെറിയതാ, ഏറ്റവും ചെറിയ സുഖ. ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയോ? നമ്മുടെ ആത്മാവ് റബ്ബിൽ നിന്ന് വന്ന ഈ ആത്മാവ് റബ്ബിലേക്ക് മടങ്ങി റബ്ബിലേക്ക് ലയിക്കുക എന്നത് ഏറ്റവും വലിയ പരമാനന്ദമാ. അതാണ് നമ്മുടെ ലക്ഷ്യമായി വരേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വാക്കാ. അതിന് എത്രമാത്രം വ്യാപ്തിയാ, എങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കാൻ കഴിയും? ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഇങ്ങനെ ഉല്ലസിച്ച്, സ്വർഗത്തിൽ കുറേ അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്ന ആളുകള്, അല്ലാഹുവിലേക്ക് ലയിച്ച ആളുകള്, ആത്മാക്കള് ഇത് കാണുമ്പോ അവരുടെ ഫീലിനെ കുറിച്ച് പറയുന്നുണ്ട്, മെന്റാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ലയിച്ച ആളുകൾ ആ ആത്മീയ ആനന്ദം, റബ്ബിലേക്ക് ലയിക്കുക എന്ന ആത്മീയ ആനന്ദം അനുഭവിക്കുന്നവര്, അവര് സ്വർഗവാസികളിലേക്ക് നോക്കുമ്പോ അവർക്ക് എന്താ തോന്നുന്നറിയോ? കാഷ്ടത്തിൽ
തീട്ടെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. കാഷ്ടത്തിൽ ഇങ്ങനെ കൃമി അരിക്കുമ്പോ ഞമ്മക്ക് തോന്നൂലേ കൃമി അരിക്ക, ഇതേപോലത്തെ ഫീലാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കൃമിക്ക് നല്ല ഇഷ്ടമാണ് കാഷ്ടം. കൃമിക്ക് എന്താ ഒരു കുഴപ്പമില്ലോ. കൃമി എന്ന് പറഞ്ഞ കീടം, കൃമി കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികൾ അപ്പിട്ടെല്ലാം നോക്കിയാൽ കാണാം, ചെറിയ ആ കൃമി ഉണ്ടാവും, ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിരകണ്. കൃമിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആ കാഷ്ടത്തിൽ കിടന്ന് തീട്ടത്തിൽ കിടന്ന് ഇങ്ങനെ വിരകാൻ കൃമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃമിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സ്വർഗമാണ്. കൃമിക്കത് സ്വർഗാണ്. നമുക്കത് സ്വർഗാണോ? ഇതേപോലെയാണെന്നാണ്. ആത്മാവിന്റെ ആനന്ദം, ആത്മീയ ആനന്ദം അനുഭവിക്കുന്നവർക്ക്, റബ്ബിലേക്ക് മടങ്ങി റബ്ബിൽ ലയിക്കുക എന്ന ഫനായിന്റെ സുഖം അനുഭവിക്കുന്നവർക്ക്, ആത്മീയാനന്ദം ആ ലഹരിയിൽ അനുഭവിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞവർക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അവരുടെ ഫീല് ഇതുപോലെ ഇരിക്കും. സ്വർഗത്തെ ചെറുതാക്കല്ല കേട്ടോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ വലുതാ കമ്പാരിറ്റീവ്ലി. ഇതിന്റെ സിസ്റ്റം അതാണ്. ആ റൂഹും യസൂസും തമ്മിലുള്ള ബന്ധം, വ്യത്യാസം അതാണ്. ആത്മാവിന്റെ ആനന്ദം വല്ലാത്ത ആനന്ദ. ആത്മാവിന്റെ ആനന്ദം എന്ന് പറയുന്നത് അതാണ് ഔലിയാക്കന്മാർ ഇവിടെ ലോകത്ത് നേടാൻ വേണ്ടി ശ്രമിച്ചത്. അവർ നേടിയതുകൊണ്ട് അവർ അങ്ങനെ ആയത്. അതാണ് അവർ പഠിപ്പിക്കുന്നത്. അതിനാണ് ത്വരീഖുകൾ വന്നത്, അതിനാണ് മഹാന്മാർ വന്നത്, അതിനാണ് മശൈഖന്മാർ വന്നത്. ഇത് പഠിപ്പിച്ചു കൊടുക്കാനാ, ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കാനാ. അതിന് ശൈഖ് വേണം, റൂഹിന്റെ അമല് വേണം. റൂഹിന്റെ അമലില്ലാതെ ഒരിക്കലും റൂഹിനെ അല്ലാഹുവിലേക്ക് മടക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കേണ്ടത്. ജസദിന്റെ അമലുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കാം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇസ്ലാം കാര്യങ്ങൾ ജസദിന്റെ അമലാ. അഫ്ളൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരാണ്. അതൊക്കെ ജസദിന്റെ അമലാ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ജസദിന്റെ അമലാ. അത് കറക്റ്റായി ചെയ്താൽ ജസദ് സ്വർഗത്തിലേക്ക് പോകും. പക്ഷേ ഈമാൻ ഷർത്താണ്. അതിന് ഈമാൻ വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ, മനസ്സിന്റെ അമല. ഈമാൻ അല്ലാഹുവിൽ വിശ്വസിക്കണം, അവന്റെ മലക്കുകളിലും കിതാബുകളിലും മുർസലീങ്ങളിലും അന്ത്യനാളിലും നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങൾ അല്ലാഹുവിൽ നാം വിശ്വസിച്ചുകൊണ്ട് ഈമാൻ ഖൽബിന്റെ അമല, മനസ്സിന്റെ അമല. മനുഷ്യന് 3 കാര്യമുള്ളത്. ജസദുണ്ട്, മനസ്സുണ്ട്. ഈ ജസദിനെയും മനസ്സിനെയൊക്കെ നിലനിർത്തുന്നത്, ഇതിന്റെയൊക്കെ യഥാർത്ഥ സത്തയായിട്ട് നമ്മളിൽ ഉള്ളത് ആത്മാവുണ്ട്. ആത്മാവിന്റെ അമലെന്താ? ആത്മാവിന്റെ അമല് കിട്ടണമെങ്കിൽ, റൂഹിന് അമല് വേണമെങ്കിൽ അതിന് ശൈഖ് വേണം. മദ്രസയിൽ പോയി പഠിച്ചാല് ജസദിന്റെ അമല് കിട്ടും. സക്കാത്ത്, നോമ്പ്, ഹജ്ജൊക്കെ കിട്ടും. ഷഹാദത്ത് കലിമ ഒക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈമാൻ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം അതാണ് ചോദിച്ചത്. റസൂലിനോട് ചോദിച്ചില്ലേ, എന്താണ് നബിയെ ഇസ്ലാം, എന്താണ് നബിയെ ഈമാന്, എന്താണ് നബിയെ ഇഹ്സാൻ? 3 എണ്ണമല്ലോ. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ 3 എണ്ണമല്ലോ. ജസദ്, മനസ്സ്, റൂഹ് 3 അമലുണ്ട്. ജസദിന്റെ അമലെടുത്താൽ, ഈമാനോട് കൂടെ എടുത്താൽ സ്വർഗത്തിലേക്ക് പോവാൻ. നോർമൽ ശരിയാത്തൊക്കെ പാലിച്ചു പോയാൽ, ഞാൻ പറഞ്ഞ ഉഖ്റവിയായ പണ്ഡിതന്മാരൊക്കെ പിൻപറ്റി നമ്മൾ നോർമലായിട്ട് പോയാൽ അവർ പഠിച്ചു പോകുന്നില്ല, അങ്ങനെ പോവാ. പക്ഷേ റബ്ബിലേക്ക് മടങ്ങണോ, റബ്ബിലേക്ക് വാസിലാവണോ, ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കണോ, ആത്മാവ് അല്ലാഹുവിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞ ആ ഉന്നതമായ സ്വർഗം അതാണ്. അതിലേക്ക് എത്തണം. അതിന് റൂഹിന്റെ അമലെടുക്കണം. അല്ലെങ്കിൽ റൂഹ് പാഴായി പോകും. റൂഹ് പാഴായി പോയാൽ പിന്നെ നമുക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം. ഒമൻ കാന ഫിദ്ദുനിയ ഫിൽ ആഖിറതി അഅമ ഫഹുവ ഒമൻ കാന ഫിദ്ദുനിയ അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ. ദുനിയാവിൽ വെച്ച് അള്ളാഹിനെ കണ്ടില്ലെങ്കിൽ പരലോകത്ത് പോയി അള്ളാഹിനെ കാണൽ പ്രയാസമാണ്, കഴിയൂല, അന്ധനായി പോകും. അപ്പൊ റബ്ബിനെ കാണലാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ സുഖവും അത് തന്നെയാണ്. റബ്ബിനെ കാണുന്നതിനേക്കാൾ വലുതൊന്നുമില്ല. സ്വർഗത്തിൽ പോയാൽ റബ്ബിനെ കാണില്ല കേട്ടോ, സ്വർഗത്തിൽ പോയാൽ റബ്ബിനെ കാണും. പക്ഷേ ഇങ്ങനെ ദുനിയാവിൽ നിന്ന് റബ്ബിലേക്ക് ലയിച്ച് കണ്ടവർ കാണുന്ന കാഴ്ച അത് മറ്റൊന്നാണ്. അവർക്ക് സ്വർഗത്തിൽ പോയാൽ പ്രത്യേകമായ കാഴ്ചകളുണ്ടാവും. സ്വർഗത്തിൽ പോയാൽ പ്രത്യേകമായ പദവികൾ അവർക്കുണ്ടാവും. റബ്ബിനെ അറിഞ്ഞവർക്കുള്ള കാഴ്ചയും എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. റബ്ബിനെ അറിഞ്ഞവർക്ക് ആ അറിഞ്ഞ കതറനുസരിച്ച് അവർക്ക് കാഴ്ച ഉണ്ടാവും. അപ്പോ റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞതിന് അതിന് റൂഹിന്റെ അമല് വേണം. റൂഹിന്റെ അമല് നമുക്ക് നൽകണമെങ്കിൽ നൽകാൻ ശൈഖ് വേണം, ഗുരു വേണം. അപ്പോഴേ റൂഹിന് അമലുണ്ടാവുള്ളൂ. അപ്പോഴേ റൂഹ് ഉയർന്നുയർന്ന് ആ അമാറത്ത്, ലവാമത്ത്, മുൽഹിമത്ത്, മുത്തുമൈന്നത്ത് എന്ന് പറഞ്ഞ പദവിയിലേക്കൊക്കെ റൂഹ് എത്തണമെങ്കിൽ, റൂഹിന് അമല് കിട്ടണമെങ്കിൽ ഒരു ഗുരുവിനെ യഥാർത്ഥത്തിൽ പിൻപറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി നമ്മുടെ റൂഹ് അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ച് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ഓ ശാന്തി പ്രാപിച്ച ആത്മാവേ എന്ന് അല്ലാഹു വിളിക്കുന്ന, ആ വിളി കേൾക്കുന്ന
ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മുടെ ആത്മാവിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുതകുന്ന ഗുരുക്കന്മാരെ അള്ളാഹു നമുക്ക് നൽകിയത് അതിനെ നൽകാത്തവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നൽകിയവർക്ക് അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അത് ഉപയോഗപ്പെടുത്താൻ അതിനെ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അപാരമായ അനുഗ്രഹം കൊണ്ട് റബ്ബ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാനും കേൾക്കാനൊക്കെ ഭാഗ്യം നൽകി. അള്ളാഹു തആല ഇതൊക്കെ നാഫിയായ ഇൽമാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.